എന്ന് രാവിലെയുള്ള കാഴ്ചയാണിത്. ഓ കുഞ്ഞുട്ടി വെളിയിൽ പോണ കുഞ്ഞുട്ടി. ഇനി വേറെ ഒരാൾ ഇതിൻ്റെ ഇടയിൽ കൂടെ രണ്ടു പേർക്കും വെളിയിൽ പോകണം. കുഞ്ഞുട്ടയ്ക്കും വെളിയിൽ പോകണം, ലിയോപ്പിക്കും വെളിയിൽ പോകണം. അവർക്ക് വല്ലാത്ത ടെൻഷനാണ് കേട്ടോ. ഇങ്ങനെ വീടിനകത്ത് അടച്ചിട്ടേക്കണുണ്ടേ, വെളിയിൽ പോയാലേ ഒരു ആനന്ദം കിട്ടുള്ളൂ. അതാ ചാടിപ്പോയി. നമുക്ക് ഈ ക്യാൻ എടുത്ത് ഇവിടെ വയ്ക്കാം. കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ ചെറിയൊരു ഭാരത്തോടെ അവിടെ ഇരിക്കും. അപ്പം പട്ടികളെ ആരെങ്കിലും ഓടിച്ചുകൊണ്ട് വന്നാൽ ഇവർക്ക് വേഗം നിങ്ങൾ കയറാം. പക്ഷേ ഇവിടെ ഇരുത്താൻ പറ്റില്ല. ഇത് കുഞ്ഞു വേണ്ടേ, കുഞ്ഞു നോക്കിയിട്ട് തുറന്ന് വിടേണ്ടായിരുന്നു. ഇവിടെയൊക്കെ വന്ന് പട്ടികൾ നാശമാക്കി ഇട്ടങ്ങനെ. ദൈവം വന്ന് ശങ്കിച്ച് നിൽക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്നേ. കണ്ടിട്ട് രാത്രി പട്ടികൾ വന്ന് മൂത്രം ഒഴിച്ചിട്ടതുപോലെ തോന്നണം. മഴ ആയതുകൊണ്ടേ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യും. കുഞ്ഞു ഇരിക്കുന്ന സ്ഥലത്ത് ഇത്തിരി വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്ത് കുഞ്ഞു മുകളിൽ എവിടെയും കയറി ഇരിക്കട്ടെ. ഇങ്ങോടാ കുഞ്ഞു, ഞാൻ മക്കൾ ഞാൻ കുഞ്ഞിനെ നമുക്കിവിടെ മുകളിൽ കയറ്റിയിരുത്താൻ തൽക്കാലം. ഡിഒപി മേലോട്ട് കയറിപ്പോയി. എല്ലായിടത്തും നല്ല അടിപൊളി നാറ്റമാണ്. ഡേ കുഞ്ഞു, അങ്ങോട്ട് പോടാങ്ങട്ടെ. അവന് ആ വെള്ളം ഒഴിച്ചിട്ടും ആ സ്ഥലത്ത് നിന്ന് മാറണമെന്നില്ല, അവിടെ തന്നെ ഇരിക്കണം. കുഞ്ഞുട്ടൻ രാവിലെ തന്നെ ഡിപ്രഷനൊക്കെ അടിച്ച് അവിടെ തന്നെ കുത്തിയിരിപ്പുണ്ടേ. ഞാൻ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി. വരാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം അഴുക്കാക്കും. അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി. പിന്നെ രാവിലെ ഏതാണ്ട് പൂച്ച രണ്ടിൻ്റെ അപ്പികളൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വന്നു. എവിടെ പോണ്ട കുഞ്ഞപ്പാ, എവിടെയെങ്കിലും ഒരു പ്രാവിനെ കണ്ടാൽ മതി. പിന്നെ കുഞ്ഞുവിന് അങ്ങോട്ടൊരു ചായലുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം തന്നെ പോയി പൂച്ചയ്ക്കുള്ള മണ്ണെല്ലാം എടുത്തുകൊണ്ട് വന്ന് സ്റ്റോർ ചെയ്തു. ഇത് കണ്ടോ, നനഞ്ഞ മണലാണ്. ഈ മഴ പെയ്യുമ്പോൾ ഒഴുകി വരില്ലേ, അതാണ് എടുത്തുകൊണ്ട് വന്ന് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം. ഇനി ഇതിൽ രണ്ടിലായിട്ടും കുറേ 50-50 പോലെ ഒന്നിന് മേലെ ഒന്നായിട്ട് വച്ചിട്ടേ ഇങ്ങനെ ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ കമഴ്ത്തി വയ്ക്കും. അല്ലെങ്കിൽ പൂച്ച ഉള്ള മണ്ണെല്ലാം കിണ്ടി താഴെ ഇടും. പിന്നെ മഴ പെയ്യുമ്പോഴേ എന്നാൽ കൂടുതൽ നനഞ്ഞ് വെള്ളമാകും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ എന്ത് വച്ചേക്കണമെന്ന് അറിയാനും പറ്റില്ല. അങ്ങനെ തന്നെ സേഫായിട്ട് ഇരുന്നോളും. ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ എടുത്താൽ മതിയല്ലോ. കുഞ്ഞും വീട്ടിനകത്ത് കയറാൻ ഒരു ഭാഗമില്ലാത്തതുപോലെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കുഞ്ഞുവിനെ നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോയാൽ കുറച്ച് കഴിയുമ്പോൾ വലിയ വായിലവൻ്റെ ഒരു നിലവിളി കേൾക്കാം. പേടിത്തൊണ്ടായി, ഒന്നാം തരം പേടിത്തൊണ്ടനാണ്. ഇപ്പോഴൊക്കെയാണ് ഈ മുകളിലൊക്കെ കയറി ഇരിക്കാനേ ഒരറിവായത്. ലിയോപ്പിയെ കാണാനില്ല, മേലോട്ടം കണ്ടോ ഓടി. കുഞ്ഞു വീട്ടിൽ വന്നില്ലേ, പോകാമോ? നീ വാ കുഞ്ഞുങ്ങ, പോകാം, വാടാ. ഇനി മറ്റേ ആളുടെ അടുത്തും പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ് അവനെ വിളിക്കുന്നത്. വാ പോകാം. ഇവന് വീടിനകത്ത് കയറണമെങ്കിൽ ആരെങ്കിലും വരണം. ജെൻസ് ആരെങ്കിലും വന്നാലേ അവൻ അകത്ത് കയറുള്ളൂ. അതുവരെ അവനിങ്ങനെ ഇരിക്കണം. കുഞ്ഞുവിനെ എടുത്ത് ഞാൻ വീടിന് ഉള്ളിലോട്ട് കയറി പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോൻ്റെ ബാക്കി ഭാഗം എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോകുമ്പോൾ കുഞ്ഞു കിടന്ന് വെളിയിൽ കിടന്ന് ഒന്നാം തരം നിലവിളിയിടും.
കുഞ്ഞു 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 വലുതായിട്ടും കുഞ്ഞുവിൻ്റെ വിഷമതകൾ മാറണില്ല, കുഞ്ഞുവിൻ്റെ സ്വഭാവം മാറില്ല. നമുക്ക് കുഞ്ഞുവിന് ഇവിടെ ജനൽ തുറന്നിട്ട് കൊടുക്കാം. കുഞ്ഞു ഇവിടെ കയറിയിരുന്ന് അവൻ്റെ ഡിപ്രഷനൊക്കെ ഒന്ന് മാറ്റട്ടെ. ഇവിടെ വെളിയിൽ ഇറങ്ങിയിരുന്നിട്ട് അവൻ അങ്ങ് ദൂരോട്ട് നോക്കിയിരിക്കും. പ്രാവുകളൊക്കെ അവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ ഒന്ന് നോക്കി അവൻ ആനന്ദിച്ചോളും. കാണുമ്പോഴേ മനസ്സിലാവും, അവൻ്റെ ആ ഒരു ദുഃഖിച്ചുള്ള ഇരിപ്പ് കാണുമ്പോഴേ മനസ്സിലാവും. പുറത്ത് ഒന്നും ചുറ്റി നടക്കാനും പറ്റാത്തതിൻ്റെയും ഒക്കെ ഒരു ഡിപ്രഷനാണ്. റോഡേ അങ്ങ് വെളിയിൽ കൂടെ ഒരു പ്രാവ് നടന്നു പോകുന്നുണ്ട്. അതിനെയൊക്കെ കണ്ട് ഇപ്പോൾ പിടിക്കാമെന്ന് പറഞ്ഞ് കൊണ്ട് കുഞ്ഞു അങ്ങ് ഇവിടെ ഇരുന്നോളൂ. നമുക്ക് മറ്റേ ആളുടെ അടുത്തോട്ട് പോവാം. ഓക്കെ, അതായത് കണ്ട ഇന്നലെ പിന്നെ മരുന്നൊക്കെ ഇട്ട് കൊടുത്തത് നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഇത് വേണ്ട, ഇന്നലെ രാത്രി ഉറങ്ങിയത് ഇങ്ങനെയാണ്, ഈ കോളറിനകത്താണ് ഉറങ്ങിയത്. മരുന്നും ഒക്കെ വെച്ച് കൊടുത്തു, ഒരു പാട് പെട്ട് കേട്ടോ. അവൻ്റെ വലിച്ച് പൊളിക്കാനേ താടിക്ക് ടിഷ്യൂ പേപ്പർ കയ്യിൽ വെച്ചിട്ട് ഗ്രിപ്പ് കിട്ടൂല, താടിക്ക് വെച്ചിട്ട് വലിച്ച് പൊളിച്ച് അപ്പോഴത്തേക്ക് അവൻ ഒരു കൈയും കാലും ഒക്കെ കൊണ്ടുവരും കുത്തി മാന്താനെ. എന്തായാലും കുറച്ച് ആവശ്യത ഉള്ളതുകൊണ്ട് വലിയ അറ്റാക്കൊന്നും ഇല്ലാതെ അങ്ങനെ അവനെ നോക്കി പോകുന്നുണ്ട്. ഇവൻ്റെ മൂക്കിലൊക്കെ ഇരുന്ന ബ്ലഡ് സ്റ്റെയിൻസൊക്കെ കുറവുണ്ട്. അത് ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് മരുന്ന് സെഫ്പറ്റാണ്. ഒരു 6 days കഴിഞ്ഞപ്പോൾ തന്നെ മൂക്കിൽ നിന്നുള്ള സ്റ്റെയിൻസൊക്കെ കുറച്ച് കുറഞ്ഞു. വായിൽ നിന്ന് കറുപ്പ് വരുന്നതൊക്കെ ഏകദേശമൊക്കെ കുറഞ്ഞു. ഇപ്പോൾ പിന്നെ എന്നാലും വീണ്ടും മരുന്ന് കൊടുക്കണം. അവൻ്റെ നിർജ്ജലീകരണം മാറുന്നില്ല. അവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. എന്തൊക്കെ കൊടുത്തിട്ടാലും അവൻ്റെ നിർജ്ജലീകരണം മാറുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അവനിത് ബ്ലഡ് കൗണ്ടും കുറവ്, പ്ലേറ്റ്ലെറ്റ് അത് ഡൗൺ ആണ്, വൈറ്റ് ബ്ലഡ് സെല്ല് ഹൈ ആണ്. പിന്നെ എന്തോന്നാ, അപ്പോൾ റെഡ് ബ്ലഡ് സെല്ല് കുറവായിരിക്കും, രക്തം കുറവല്ലേ അത്. പിന്നെ എന്താന്ന്, കുറേ ദിവസം മരുന്ന് കൊടുക്കണമായിരിക്കും. കുറേ ദിവസം മരുന്ന് കൊടുത്ത് അവരങ്ങും പറഞ്ഞില്ല കേട്ടോ. മോള് നെറ്റിൽ നോക്കിയിട്ട് പറഞ്ഞു ഇവൻ്റെ അസുഖം ഭേദമായതിനു ശേഷം ഇവനെയും ഈ വൈറസിനെതിരെ ഇനിയും വാക്സിൻ എടുക്കണമെന്ന്. അതെടുക്കണം. പിന്നെ മറ്റേ 2 പേരെയും വാക്സിനേറ്റ് ചെയ്യണം. പിന്നെ വേറെ എന്താ, വേറെ ഇനി നാളെ വീണ്ടും അവനെ ഹോസ്പിറ്റലിൽ വീണ്ടും എത്തിക്കണം. അപ്പോൾ അവർ ട്രിപ്പ് മറ്റേ ഇടുമായിരിക്കും, മറ്റേ പഴയ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. അവിടെ നിന്ന് ആളുകൾ പറയുന്നു. പിന്നെ അറ്റൻഡർ പറഞ്ഞ് ഇവൻ്റെ കാലിലൊക്കെ വ്രണങ്ങളല്ലേ, അപ്പം നമ്മളിങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് പറയും കൈയെല്ലാം നന്നായിട്ട് കഴുകണം, ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട്. അവർക്കൊരു മനം മറിപ്പോലെ, ഇവനെ ഇത്രയും ഇൻഫെക്ഷൻ ആയിരിക്കണം, കാലെല്ലാം മുറിഞ്ഞ് ഒരുമാതിരി ഇരിക്കണതുകൊണ്ട് മനം മറിപ്പോലെ പറ്റത്തില്ല. മോള് മരുന്ന് വാങ്ങാൻ പോയതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ മാത്രം ഉണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഒന്ന് പറഞ്ഞ് ഒരാളും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അവൾ പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവൾ കാലിനെ പിടിച്ച് അവൾ വലിച്ചുകൊണ്ട് വന്ന്, ഞാനല്ലാതെ കഴുത്തിനും അവൻ്റെ കാല് 2 അമർത്തി പിടിച്ചും കൊണ്ടുവന്ന്. കാല് 2 അമർത്തി പിടിക്കണമല്ല, വയറിൻ്റെ ഭാഗത്തൂടെ കുറച്ചൊരു പ്രഷർ കൊടുത്ത് ഒരു കവറൊക്കെ കൊണ്ടാണ് പോയത്. അപ്പോൾ കൈയിൻ്റെ ഭാഗത്തൂടെ കവറൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അവൻ അള്ളാൻ വേണ്ടിയിട്ടേ, ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കൈയും കാലും എടുത്ത് നീട്ടുമ്പോൾ ആ കവറിൽ ഉടക്കി കളഞ്ഞു. അപ്പോൾ നമുക്ക് സ്ക്രാച്ച് കിട്ടാതെ നമ്മൾ രക്ഷപ്പെട്ടു. ഇവ ഒന്നും അറിയാതെ അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് റെസ്റ്റ് ചെയ്യണം. രാവിലെ ഒന്നും കഴിച്ചില്ല, ഇങ്ങനെ തന്നെ കിടപ്പ്. ഇനി കുറച്ച് കഴിയണം. മോളും കൂടെ എഴുന്നേറ്റ് വന്നിട്ട് വേണം ഈ മരുന്നൊക്കെ കൊടുക്കാനേ. അതിന് മുന്നേ എനിക്ക് സാമ്പാറും റെഡിയാക്കണം. അവർ എഴുന്നേറ്റ് വന്നതിന് ശേഷം ദോശ ചുട്ട് കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഇതുണ്ട്, അവിടെ പോയിട്ട് വാക്സിനേഷൻ ഉണ്ടല്ലോ,
പാൻ ലുക്കോപേനിയ എന്നാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ പാർവോ വൈറസിൻ്റെ അതുപോലെ എന്തോ ഒരു സാധനം, ഡിസ്റ്റംബർ പാർവോ വൈറസ് അതുപോലെ. അപ്പോൾ അതിനെതിരെയുള്ള വാക്സിനേഷൻ ലിയോയ്ക്കും കുഞ്ഞുവിനും ഒക്കെ കൊടുക്കണമല്ലേ. എത്ര രൂപയാകുമെന്നൊന്നും അറിയില്ല, എന്നാലും ഇത്രയും സ്നേഹിച്ച് വളർത്തിയിട്ടേ കുഞ്ഞുവിന് മറ്റേ ഇത് ഈ ക്യാൻസർ മുഴയൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വന്നാൽ എന്താവുമെന്നറിയില്ല. അതുകൊണ്ട് അവർക്കും 2 പേർക്കും എടുക്കണം, ലിയോപ്പിക്കും എടുക്കണം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പോയി അന്വേഷിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് മറ്റേ ഇത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഇതായതുകൊണ്ടേ ഇവിടെയൊക്കെ രാവിലെ പരേഡും മറ്റുമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി അവിടെ എന്താവുമെന്ന് അറിയില്ല, ഒന്ന് പോയി നോക്കി വരാമെന്ന് വിചാരിച്ചു ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. വീഡിയോ ഇവിടെ നിർത്തുകയാണേ.